നമസ്കാരം. G7 സമ്മിറ്റിൽ നരേന്ദ്രമോദിയുമായിട്ട് ചർച്ചകൾ നടത്തിയതിന് ശേഷം അമേരിക്കൻ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപിൻ്റെ ശരീരഭാഷയും സംസാര ഭാഷയും ആകെ മാറിയിട്ടുണ്ട് എന്നാണ് ലോകമാധ്യമങ്ങൾ പറയുന്നത്. അത് ഒരു പരിധിവരെ സത്യം തന്നെയാണ്. ആദ്യം ഇവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഏറെക്കാലത്തെ ഈ പ്രശ്നങ്ങൾ തുടങ്ങി ട്രംപിൻ്റെ ഈ താരിഫ് വാർ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച, അല്ലെങ്കിൽ താരിഫ് ഡിപ്ലോമസി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഈ നികുതി കൊണ്ടുള്ള കളി തുടങ്ങിയതിന് ശേഷം ഒരല്പം തണുപ്പൻ രീതിയിലായിരുന്നു ഭാരതവും അമേരിക്കയുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരല്പം വഷളായിരുന്നു എന്ന് തന്നെ പറയാം. നിരന്തരമായിട്ട് ഭാരതത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അമേരിക്കയ്ക്ക് മുമ്പിൽ ഭാരതം മുട്ടുമടക്കി എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യം അതല്ല എന്നെന്ന് അമേരിക്കയ്ക്കും അറിയാം, ലോകരാഷ്ട്രങ്ങൾക്കും അറിയാം, ഭാരതത്തിലെ ജനങ്ങൾക്കും അറിയാം ഇപ്പോൾ. കാരണം വാർത്താമാധ്യമങ്ങൾ അത്രയൊന്നും പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ പോലും ഭാരതത്തിൻ്റെ നേട്ടങ്ങൾ, അമേരിക്കയുടെ എതിർപ്പുകളെയും അനിഷ്ടങ്ങളെയും മറികടന്ന് ഭാരതത്തിൻ്റെ പ്രവർത്തികൾ, ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാൻ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും പലപ്പോഴും നിർബന്ധിതരായിരുന്നു. കാരണം അല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം എപ്പോഴെങ്കിലും സത്യം പറയണ്ടേ എന്നുള്ളൊരു മനസാക്ഷി കുത്തുകൊണ്ടായിരിക്കണം. പ്രധാന വിഷയത്തിലേക്ക് വരാം. പ്രശ്നമല്ല, വിഷയമാണ്. കാരണം പ്രശ്നം കഴിഞ്ഞു എന്നുള്ളതാണ് ലോകം പറയുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് അത് അങ്ങ് ഉറപ്പിക്കുവാനും സാധിക്കില്ല. കാരണം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് എന്ന് പോലുമല്ല, ഈ നിമിഷം പറയുന്നതല്ല അദ്ദേഹം അടുത്ത നിമിഷം പറയുന്നത് എന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയുടെ തുടക്കത്തിൽ നിന്നൊന്ന് തുടങ്ങാം. കാരണം കൂടിക്കാഴ്ച ഒരല്പം തണുപ്പൻ മട്ടിലായിരുന്നു. അതിനെ സംബന്ധിച്ച് തത്വമൈ ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ വാർത്ത അവതരിപ്പിച്ചിരുന്നു. കാരണം സാധാരണഗതിയിൽ നരേന്ദ്രമോദി തന്നെ മുൻകൈയെടുത്താണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ, അദ്ദേഹവുമായി സൗഹൃദം പുലർത്തുന്ന, ഭാരതവുമായി സൗഹൃദം പുലർത്തുന്ന, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഭാരതവുമായി സൗഹൃദം പുലർത്തുന്ന രാഷ്ട്ര നേതാക്കളെ കൈ കൊടുത്തതിന് ശേഷം ഊഷ്മളമായി ആലിംഗനം ചെയ്യുന്നൊരു പതിവ് നരേന്ദ്രമോദിക്കുണ്ട്. ആ ആലിംഗനം ട്രംപിൻ്റെ കാര്യത്തിൽ ഇത്തവണ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ട്രംപുമായി മോദിയുടെ സംഭാഷണങ്ങളെല്ലാം വളരെ ഔപചാരികമായ രീതിയിലായിരുന്നു തുടങ്ങിയത്. പക്ഷേ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് നരേന്ദ്രമോദി എന്ന വ്യക്തി വളരെ കാർക്കശ്യക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്, പക്ഷേ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള ഉറപ്പുകൾ എനിക്കുണ്ട്, അത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. തന്നെയുമല്ല, ഒരല്പം കൂടി കടന്ന് ഒരുപക്ഷെ ഈ താനായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ, ഈ ബന്ധത്തിലുണ്ടായ ഉലച്ചിൽ ഒന്ന് പരിഹരിക്കുവാൻ വേണ്ടി കൂടിയായിരിക്കണം. ഒരു പടി കൂടി കടന്ന് G7 സമ്മിറ്റിൽ ട്രംപ് ഒരു കാര്യം ആന്തരിക വൃത്തങ്ങളിൽ പ്രഖ്യാപിച്ചതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി തുടരുന്നിടത്തോളം കാലം ഭാരതത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അമേരിക്ക ഭാരതത്തിൻ്റെ സഹായത്തിനെത്തും. ഇത് വിശ്വസനീയമായ ഒരു വാഗ്ദാനമല്ല. ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ഒരു വാഗ്ദാനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയെ അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാൻ തീരെ കൊള്ളാവുന്നൊരു രാജ്യമല്ല. കാരണം അമേരിക്കയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധത്തിലുള്ള സഹകരണം എന്നുള്ളത് തുല്യനിലയിലുള്ള സഹകരണങ്ങളായിരിക്കണം. പണം കൊടുക്കുക, അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുക, ആയുധങ്ങൾ വാങ്ങുക, ആ ആയുധങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം നമ്മുടെ കയ്യിലായിരിക്കുമെന്നുറപ്പുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പ് വരുത്തുന്ന കരാറുകൾ ഒപ്പുവയ്ക്കുക. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധത്തിലോ ആക്രമണ സംവിധാനങ്ങളിലോ, സൈനികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ആക്രമണ സംവിധാനങ്ങളിലോ അമേരിക്കയുടെ ഇടപെടലുകൾ ഒട്ടും ആശാസ്യമായ ഒരു വസ്തുതയല്ല. അതുകൊണ്ട് തന്നെയാണ് വളരെയധികം കരുതലോടുകൂടി ഭാരതം അമേരിക്കയുമായിട്ടുള്ള പ്രതിരോധ കരാറുകളെ സമീപിക്കുന്നത്. അത് നരേന്ദ്രമോദിക്ക് ആരെക്കാളും നന്നായിട്ട് ഇത്തരത്തിൽ അമേരിക്കയുടെ ഈ ഒരു സ്വഭാവവിശേഷം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം വളരെ ഔപചാരികമായി തന്നെ അക്കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം അമേരിക്ക ഭാരതത്തിൻ്റെ ചങ്കാണെന്നാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അമേരിക്ക ഭാരതത്തിൻ്റെ ചങ്കായിരിക്കും, ഭാരതത്തിൻ്റെ പ്രതിരോധത്തിനായി അമേരിക്ക മുന്നിലുണ്ടാകും എന്നുള്ള വാഗ്ദാനമാണ് അദ്ദേഹം നൽകുന്നത്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഈ ഇറാനുമായിട്ടുള്ള കരാർ ഒപ്പിട്ട് കഴിഞ്ഞു എന്നുള്ളത്. സ്വിറ്റ്സർലാൻഡിൽ വെച്ചായിരിക്കും ഒപ്പിടുന്നതെന്ന് ആദ്യം പറഞ്ഞിരുന്നു, വെള്ളിയാഴ്ചയാണ് ആയിരിക്കും ഒപ്പിടുന്നതെന്ന്. പക്ഷേ ഫ്രാൻസിൽ വെച്ച് ആ കരാർ ഒപ്പിട്ടു എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അദ്ദേഹം ആ
പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു ഇറാനുമായിട്ടുള്ള കരാർ. ഈ ഇറാനുമായിട്ട് കരാർ ഒപ്പിടുവാനുള്ള ഒരു കാരണം പാകിസ്ഥാനാണ് എന്ന് ലോകരാഷ്ട്രങ്ങളിൽ പലരും പാകിസ്ഥാൻ ആ ഒരു സ്ഥാനം നൽകുന്നുണ്ട്, ആ ഒരു ക്രെഡിറ്റ് നൽകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ശത്രുവായിട്ടുള്ള, കാരണം പാകിസ്ഥാൻ്റെ ജീവനോപാധി തന്നെ ഭാരതവുമായിട്ടുള്ള ശത്രുതയാണ്. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളുടെ കാര്യമല്ല പറയുന്നത്. ഇന്നലെ RPയുമായിട്ടുള്ള ചർച്ചയിൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ, പാക് അധിനിവേശ കാശ്മീരിലെ സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് RP വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. അവിടുത്തെ സൈനികോദ്യോഗസ്ഥന്മാരുടെ ഉന്നതമായ ജീവിതത്തിനും ആ ജീവനോപാധിക്കും ഏക കാരണം ഭാരതവുമായിട്ടുള്ള ശത്രുതയാണ്, അല്ലെങ്കിൽ ഏക മാർഗം ഭാരതവുമായിട്ടുള്ള ശത്രുതയാണ്. അങ്ങനെ ഭാരതത്തെ ശത്രുവായി കാണുന്ന ആ രാജ്യത്തിന് ഒപ്പം നിർത്തുന്നു എന്ന്, ആ രാജ്യത്തെ ഈ ഒരു കരാറിന് വേണ്ടിയിട്ട് ഒപ്പം നിർത്തുന്നു എന്നുള്ള ഭാവത്തിൽ ഉപയോഗിച്ച അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഭാരതത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ സഹായത്തിന് അമേരിക്ക ഉണ്ടാകുമെന്നുള്ളതാണ്. ഭാരതത്തെ ആക്രമിക്കുവാൻ സാധ്യതയുള്ള 2 ശത്രുക്കൾ, അല്ലെങ്കിൽ ഒരു ശത്രുവും ഒരു പൊട്ടൻഷ്യൽ ശത്രുവും, ഭാവിയിലെ ശത്രുവായി വന്നേക്കാവുന്ന ഒരു രാജ്യം, ശത്രു തന്നെയാണ്, പക്ഷേ ഔദ്യോഗികമായോ അല്ലെങ്കിൽ ഔപചാരികമായോ നാം അവരെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടില്ല, അത് ചൈനയാണ്. ഈ 2 രാജ്യങ്ങളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനാണ് നമുക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമുള്ളത്. സഹായത്തിന് അവരെത്തുമോ എന്നുള്ളതും ആ സഹായം നാം സ്വീകരിക്കുമോ എന്നുള്ളതും എല്ലാം അത്തരത്തിലുള്ള ആക്രമണം നടക്കുമ്പോഴുണ്ടാകുന്നവ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അത്തരത്തിലുള്ളൊരു സഹായത്തിന് അവർ വരികയുമില്ല, വന്നാൽ തന്നെ അത്തരത്തിലൊരു സഹായം നാം സ്വീകരിക്കുകയുമില്ല. കാരണം അതൊരു ബാധ്യതയായി നമ്മെ പിടികൂടുമെന്നുള്ള കാര്യത്തിലും നമുക്കുറപ്പുണ്ട്. ചരിത്രം അതാണ് പറയുന്നത്, അമേരിക്കയുടെ പ്രവർത്തന രീതികൾ അതാണ് നമ്മളോട് വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കുന്ന കാര്യം ഭാരതം തീരുമാനിക്കും. അതുതന്നെ പറഞ്ഞിട്ടുണ്ട് ഭാരതം. ഒപ്പം FCRA പോലുള്ള നിയമങ്ങൾ ഇവിടെ നടപ്പാക്കുന്നതിനോടുള്ള എതിർപ്പ് അമേരിക്ക ഒന്ന് പ്രകടിപ്പിച്ചു നോക്കി. അപ്പോഴും ഭാരതം പറഞ്ഞത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. FCRA സംബന്ധിച്ച് കുറച്ചും കൂടി വിശദമായി കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുള്ളത് കൊണ്ട് മറ്റൊരു വീഡിയോയിൽ അതിനെ സംബന്ധിച്ച് വിശദമായി സംസാരിക്കാം. പക്ഷേ FCRA പോലുള്ള നിയമങ്ങളിൽ അമേരിക്കയ്ക്കുള്ള താല്പര്യം എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഹ്രസ്വമായി പരിശോധിച്ചാൽ അടിസ്ഥാനപരമായിട്ട് കുരിശ് കൃഷിക്ക് കാശിറക്കുന്നത് വഴി ഇവിടെ തങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും സൃഷ്ടിച്ചെടുക്കാം. അത് അമേരിക്ക എല്ലാ കാലത്തും, പ്രത്യേകിച്ച് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന CIA കാലാകാലങ്ങളായി പിന്തുടർന്നു വരുന്ന ഒരു പ്രവർത്തന രീതിയാണ്. ഇത്തരത്തിൽ അവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് പല രാജ്യങ്ങളിൽ അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം ആ രാജ്യത്തുണ്ടാക്കുവാൻ, സൃഷ്ടിച്ചു തന്നെ എടുക്കുവാൻ വേണ്ടി പല കുഴപ്പങ്ങളും ആ രാജ്യത്തുണ്ടാക്കുവാൻ ഉപയോഗിക്കാൻ തക്ക രീതിയിൽ, പ്രാപ്തമായ രീതിയിൽ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും സൃഷ്ടിച്ച് പരിശീലനം നൽകി തയ്യാറാക്കി നിർത്തുന്ന ഒരു രീതി CIA കാലാകാലങ്ങളായി, കഴിഞ്ഞൊരു 50-60 വർഷങ്ങളോളമായിട്ടെങ്കിലും നമുക്കറിയാവുന്ന ചരിത്രത്തിൽ CIAയുടെ സ്ഥാപന എന്ന് ആയിരുന്നു അന്നു മുതൽ അവർ അനുവർത്തിച്ചു വരുന്ന ഒരു പ്രവർത്തന രീതിയാണ്, അല്ലെങ്കിൽ പിന്തുടർന്നു വരുന്ന ഒരു പ്രവർത്തന രീതിയാണ്. ആ പ്രവർത്തന രീതികൾ ഇത്തരത്തിൽ കുരിശ് കൃഷിക്കാരെന്ന് പരിഹാസപൂർവ്വം വിളിക്കുന്ന മിഷനറിമാരിലൂടെയും അവരുടെ ആസ്മാദികൾ എന്ന് ഗ്രാമ്യഭാഷയിൽ പറയാവുന്ന അവരുടെ സഹായികളിലൂടെയും സൃഷ്ടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കുന്നതിൽ വിജയിച്ച പ്രവർത്തികൾ കാലാകാലങ്ങളായി അമേരിക്ക ഭാരതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വലിയൊരു തടസ്സമാണ് ഈ FCRA നിയമത്തിലെ ഭേദഗതികൾ. ആ ഭേദഗതികളെ തങ്ങൾ എതിർക്കും എന്ന്, നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അമേരിക്കയുടെ ആദ്യത്തെ ഭാഷ്യം. അത് ഭാരതത്തിൻ്റെ മറുപടിയോടുകൂടി, അല്ല അങ്ങനെ നടപ്പാക്കുന്നത് ശരിയാണോ എന്നായി. ഭാരതത്തിൻ്റെ മറുപടി വേറൊന്നുമില്ല, എഴുന്നേറ്റ് പോടാ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, അതിൽ തൻ്റെ അഭിപ്രായം പോലും ആവശ്യമില്ല, ഇടപെടലെന്നല്ല, അഭിപ്രായം പോലും ആവശ്യമില്ല, അതിനൊരു പ്രസക്തിയുമില്ല എന്നുള്ള രീതിയിലായിരുന്നു മുഖമടച്ച ഭാരതത്തിൻ്റെ മറുപടി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭാരതത്തിൻ്റെ ഈ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ, അതിൽ സൗഹൃദം സൂക്ഷിക്കേണ്ടടുത്ത് സൗഹൃദം, ഊഷ്മളത കാണിക്കേണ്ടടുത്ത് ഊഷ്മളത, ഒരു തണുപ്പൻ മട്ട് കാണിക്കേണ്ടടുത്ത് തണുപ്പൻ മട്ട്, അവഗണിക്കേണ്ടതിനെ പൂർണ്ണമായും അവഗണിക്കുക. ഇത്തരത്തിലുള്ള നയതന്ത്ര പ്രവർത്തികൾ, അല്ലെങ്കിൽ ഒരു നയതന്ത്ര രാഷ്ട്രീയം ഭാരതം കൈക്കൊള്ളുന്നത് അമേരിക്കയെ സംബന്ധിച്ച് പുതുമയുള്ളൊരു കാര്യമാണ്. അത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് മാത്രമല്ല, അമേരിക്കയെ സംബന്ധിച്ച് തന്നെ. അടിസ്ഥാനപരമായിട്ട് എല്ലാവരും, റെയ്ഗണും കെന്നഡിയും ഒക്കെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിമാരെ കെട്ടിപ്പിടിച്ചു, ചാടിച്ചവിട്ടി, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി ഡാൻസ് ചെയ്തു എന്നുള്ള വാർത്തകളെല്ലാം വന്നിരുന്നെങ്കിൽ എപ്പോഴും ഭാരതത്തെ ഒരു 3ാം ലോക രാഷ്ട്രമായിട്ടായിരുന്നു അവരെല്ലാം കണ്ടിരുന്നത്. അതിനെല്ലാം ഒരു മാറ്റമുണ്ടായിരിക്കുകയാണ്. ഒരു തെളിവും കൂടി അതിന് തരാം.
അടിസ്ഥാനപരമായിട്ട് G7 സമ്മിറ്റിൽ ഒരു പ്രത്യേക ക്ഷണിതാവായി, ബഹുമാന്യനായ ക്ഷണിതാവായി നരേന്ദ്രമോദി പങ്കെടുത്തപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത് പ്രോട്ടോക്കോളുകളെല്ലാം ലംഘിച്ച്, ഒരു പ്രസിഡന്റ് സ്വീകരിക്കാൻ എത്തേണ്ട ഒരു രീതിയല്ല അവിടെ. പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രസിഡന്റ് അല്ല വരേണ്ടത്, മറ്റ് ഉദ്യോഗസ്ഥന്മാരും മറ്റേതെങ്കിലും മന്ത്രിമാരോ നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാർക്ക് തുല്യരായിട്ടുള്ള ഏതെങ്കിലും സ്ഥാനം കൈയാളുന്നവരുമാണ്. പ്രസിഡന്റ് നേരിട്ടെത്തി എന്നുള്ളത് മാത്രമല്ല, നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് ചുവന്ന പരവതാനി വിരിച്ചല്ല, നീലപ്പരവതാനി വിരിച്ചാണ്. നീലപ്പരവതാനി എന്നുള്ളത് നയതന്ത്ര മേഖലയിൽ സൂചിപ്പിക്കുന്നത്, കളർ കോഡുണ്ട് നയതന്ത്ര മേഖലയിൽ. അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് നയതന്ത്ര വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് ചെല്ലാം ആ വിഷയത്തെ സംബന്ധിച്ച്. പക്ഷേ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഹ്രസ്വമായി പറയുകയാണ്, നീല എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഊഷ്മളമായ വിവിധ മേഖലകളിലുള്ള സൗഹൃദം ഞങ്ങൾ തമ്മിൽ പുലർത്തുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയെ, ഞങ്ങൾക്ക് തുല്യനായൊരു വ്യക്തിയെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു വ്യക്തിയെ ആണ് ഞങ്ങൾ ഈ സ്വീകരിക്കുന്നത്. റെഡ് കാർപ്പറ്റ് എന്നുള്ളത് ബഹുമാനം മാത്രമാണ്, രാജകീയ സ്വീകരണം എന്ന് വേണമെങ്കിൽ പറയാം റെഡ് കാർപ്പറ്റിന്, അങ്ങനെ ഒരു ഭാഷ്യം അതിന് നൽകപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ചുവന്ന പരവതാനി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ബഹുമാനപൂർവമായിട്ടുള്ളൊരു സ്വീകരണം, എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ. അവിടുത്തെ അതിഥികൾക്ക്, പ്രധാനപ്പെട്ട അതിഥികൾക്കെല്ലാം ചുവന്ന പരവതാനി വിരിച്ചുള്ള സ്വീകരണമായിരിക്കും നൽകപ്പെടുന്നത്. പക്ഷേ അതിൽ നിന്ന് ഒരു പടിയല്ല, പല പടികൾ മേലെയാണ് നീലപ്പരവതാനി വിരിച്ചുള്ള സ്വീകരണം. ആ നീലപ്പരവതാനിയാണ് ഈ G7 സമ്മിറ്റിലെ ഹൈലൈറ്റ്. നരേന്ദ്രമോദി നടന്ന ആ നീലപ്പരവതാനി, അത് തന്നെയാണ് നരേന്ദ്രമോദിയും ഭാരതത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിമാരും തമ്മിലുള്ള വ്യത്യാസവും. അവർക്ക് ചുവന്ന പരവതാനിയായിരുന്നു, നരേന്ദ്രമോദിക്ക് നീലപ്പരവതാനിയായിരുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ നെഹ്റു ഏതെങ്കിലും ബാത്റൂമിൻ്റെ മുമ്പിൽ നീലപ്പരവതാനി ഇട്ടുള്ള ചിത്രങ്ങളുമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സംവാദങ്ങൾ തുടരാം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.